5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക്, ഡിജിറ്റൽ മീഡിയ ചാനലിലേക്ക് ഇന്നും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ കാണുകയും പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല, വല്ലപ്പോഴും ഒരു വീഡിയോയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക, പരസ്പരം സഹായിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ആരോടും എതിർപ്പോ ശത്രുതയോ ഒന്നും തന്നെയില്ല. വ്യവസ്ഥിതിക്കെതിരെ പറയുകയാണെങ്കിൽ അതിൽ മോഡിയെന്നോ പിണറായി വിജയനെന്നോ അല്ലെങ്കിൽ നാളെ ഇനി UDF വന്നാലും ആരുമില്ല. നമ്മൾ വ്യവസ്ഥിതിക്കെതിരെ, സിസ്റ്റത്തിനെതിരെയാണ് വർത്തമാനം പറയുന്നത്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ അതിവിചിത്രവും അതീവ ക്രൂരവും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ദഹിക്കാത്തതുമാണ്. പോലീസിൽ ഉറുമ്പരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോടതികളിൽ നമ്മൾ സാധാരണ വക്കീലന്മാരുടെയോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കോടതി ജഡ്ജിമാർ തമ്മിലൊക്കെ തർക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമമുണ്ടാകും. കാരണം അത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു മേഖലയാണ്. ഇപ്പോൾ അവിടെ കോടതിയിൽ എന്തായാലും ഉണ്ടായിട്ടില്ല, പക്ഷേ പോലീസ് സേന ഉറുമ്പരിക്കുന്ന രീതിയാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ DGP ആകുന്നതിനടക്കം 6 പേരുടെ പേര് പോയിട്ടുണ്ടോ, അവർ തമ്മിലുള്ള കുത്തിത്തിരിപ്പുകൾ, കേസുകൾ, നമ്മൾ P. വിജയൻ IPSൻ്റെയും അജിത് കുമാർ IPSൻ്റെയും കേസുകൾ നമ്മൾ കണ്ടതാണ്. കോടതി വിഷയങ്ങൾ കണ്ടതാണ്. P. വിജയനെ അകാരണമായി തരം താഴ്ച നമ്മൾ കണ്ടതാണ്. ഒരുപാട് സേനയ്ക്കകത്ത് ഒരുപാട് പരസ്പരം ബുദ്ധിമുട്ടുണ്ട്. മനോജ് എബ്രഹാമിൻ്റെ ജാതി പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ട്രോളുകൾ, അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ടുള്ള ട്രോളുകൾ, അത് കോടതിയിൽ ഇവരുടെയൊക്കെ പേരുകളെത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനിടയിലാണ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന 2 സംഭവങ്ങൾ. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇടുക്കിയിലെ ഉപ്പുകണ്ടത്ത് ഉപ്പുതുറയിൽ ഒരാളാണെങ്കിൽ ഒരു പോലീസുകാരൻ തൻ്റെ സഹപ്രവർത്തകയായ വനിതാ പോലീസുകാരുടെ കുളിക്കുന്ന സീൻ അവർ ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് അവരെ തന്നെ ഇത് കാണിച്ച് പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും പണം ചോദിക്കുവാനുമുള്ള ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് കൈയോടെ പിടിക്കുകയും അദ്ദേഹം സസ്പെൻഷനിലായിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഭീകരമായ വാർത്തയാണ് മലാംപറമ്പിൽ നിന്ന് വരുന്നത്. മലാംപറമ്പിൽ 2 പോലീസുകാർ, ഒന്ന് ഷൈജിത്തും സനിത്തും, 2 പോലീസുകാർ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുമായി പരിചയമാകുന്നു. ഒരു കേസിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരിചയമാകുന്നു. പക്ഷേ പിന്നെ ബിന്ദുവിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങുകയും നിരന്തരം അവർ ബന്ധമാവുകയും അതിനുശേഷം അവിടുത്തെ ഒരു പാവപ്പെട്ട സാമ്പത്തികമായിട്ടല്ല, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ വീട് വാടകയ്ക്ക് എടുക്കുകയും അവിടെ അനാശാസ്യ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് നടത്തുകയും ചെയ്തു. ഈ അനാശാസ്യ കേന്ദ്രം വേണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ റെയ്ഡ് വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും നമുക്ക് 2ാമത്തെ അഭിപ്രായമുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ഒരു റിസൾട്ട് അതല്ല. ഈ 2 പോലീസുകാരന്മാരാണ് അതിൻ്റെ നടത്തിപ്പുകാരെന്നും പ്രതിദിനം 1 ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ കേസുകളും, ഒരു നാട്ടിലൊരു തെമ്മാടിത്തരം കാണിക്കുന്ന ആളുണ്ടെങ്കിൽ, കള്ളനുണ്ടെങ്കിൽ, കൊള്ളക്കാരനുണ്ടെങ്കിൽ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പോലീസിൻ്റെ സംരക്ഷണം കിട്ടുമെന്ന് സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ കോറി മാഫിയ പ്രവർത്തിക്കുന്നതാവട്ടെ, മണൽ മാഫിയ പ്രവർത്തിക്കുന്നതാവട്ടെ, ഇതിലെല്ലാം പോലീസിൻ്റെ ഒരു വലിയ സംരക്ഷണം കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പോലീസ് തന്നെ നേരിട്ട് ഇത് നടത്തുന്നത് നമ്മൾ അപൂർവമായിട്ട് കേൾക്കുന്നതാണ്. പോലീസിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വീട് വാടകയ്ക്ക് എടുക്കുക, ആ പോലീസുകാർ തന്നെ ദിവസവും 1 ലക്ഷം രൂപ അവർ അക്കൗണ്ടിലേക്ക് വരുത്തുക, അവർ ഇടയ്ക്കിടെ അവിടെ പോയി സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ നമുക്ക് കേട്ടുകേൾവില്ലാത്ത പുതിയ ലോകത്തെ, ആഗോളവൽക്കരിക്കപ്പെട്ട പുതിയ ലോകത്തെ കഥകളാണ്. എന്തെല്ലാം ഈ കലികാലത്ത് നാം കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉണരുന്നത്. നന്മയുള്ള വാർത്തകളെല്ലാം തീർന്നുകൊണ്ട് തിന്മയുടെ ലോകത്തിലേക്ക് നാം അറിയാതെ കൂപ്പുകുത്തുകയാണ്. ഒരു വശത്ത് മഴയുടെ വികൃതികൾ, കാലാവസ്ഥാ മാറ്റം, ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ പോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഒരു വശത്ത്, മറുവശത്താകട്ടെ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സാമൂഹ്യമായി നമ്മൾ അധപ്പതിക്കുകയാണ്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു, പോക്സോ കേസുകൾ വരുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. സ്ത്രീകൾക്ക് നമ്മുടെ മുൻകാലങ്ങളിൽ സ്ത്രീകൾ ആറ്റിലും തോട്ടിലും കുളത്തിലും പോയി പരസ്യമായി നിന്ന് കുളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മലയാളിക്ക്. അവിടെ നിന്ന് മാറി ബാത്റൂമിൽ ഒരു പോലീസ് ഓഫീസർക്ക് കുളിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കേരളം തല കുനിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടെയാണ് ഗവർണറുടെയൊക്കെ വാചകത്തിന് പ്രസക്തിയാവുന്നത്. നിങ്ങൾ സാക്ഷരരാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവരല്ല, നിങ്ങൾ സംസ്കാരമുള്ളവരല്ല, നിങ്ങൾക്ക് മറ്റെല്ലാം ഉണ്ടെങ്കിലും അറിവില്ല തിരിച്ചറിവില്ല എന്ന് പറയുന്ന ഗവർണറുടെ വാചകം കൂടി കൂട്ടിയോജിപ്പിച്ച് വായിക്കണം. എന്തായാലും മലാംപറമ്പിലുണ്ടായ സംഭവവും ഇടുക്കിയിലെ സംഭവവും സേനയ്ക്കാകെ അവമതിപ്പുണ്ടാക്കിയതാണ്. സേന നവീകരിക്കപ്പെടുന്നതെന്ന് തന്നെ നമുക്ക് കാണാം. പുതിയ DGP അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കട്ടെ. ഗവൺമെൻറ്റും അതിലേക്ക് എല്ലാ സഹായവും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.